RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രശംസവും. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി പ്ലേ ഓഫ് മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളൂ. ഒരുപാട് ടീമുകൾ വേൾഡ് കപ്പിന് യോഗ്യത നേടി. അതേപോലെ ഇനിയും കുറെ ടീമുകൾ കാത്തിരിക്കുകയാണ് ക്വാളിഫയർ മത്സരത്തിലൂടെ വേൾഡ് കപ്പിൽ യോഗ്യത നേടാം. അതേപോലെ ഒരുപാട് ടീമുകൾ നിരാശയിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ ലഭിക്കാതെ മടങ്ങുകയാണ്. അപ്പോൾ കുറെ ആൾക്കാരുടെ ഇഷ്ട ടീമുകൾ ഓൾറെഡി വേൾഡ് കപ്പ് ക്വാളിഫയർ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേൾഡ് കപ്പിനായി കാത്തിരിപ്പാണ്. അതേപോലെ ക്വാളിഫയർ മത്സരങ്ങൾ കുറച്ച് ടീമുകൾ കൂടി വരാനുണ്ട്. അത് കൂടി വന്നു കഴിഞ്ഞാലാണ് അതിന്റെ ഈ വരുന്ന ദിവസങ്ങളിലായിട്ടാണ് അതിന്റെ നറുക്കെടുപ്പ് ഉണ്ടാവുക. ഡിസംബറിലാണ് നറുക്കെടുപ്പ് ഉണ്ടാവുന്നത്. അതിനുശേഷം മാർച്ചിലൊക്കെ ആയിട്ടാണ് ഇത് പ്ലേ ഓഫ് മത്സരങ്ങൾ നടക്കുന്നത്. പ്ലേ ഓഫ് മത്സരങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഒരു ഫുൾ ഫിക്ചർ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, ഇതിന്റെ ഒരു ഘടന എങ്ങനെയായിരിക്കും. ആദ്യമായിട്ടാണ് 48 ടീമുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2026 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ആകാംക്ഷയാണ് ഗ്രൂപ്പ് ഘട്ടങ്ങൾ എങ്ങനെയായിരിക്കും, ഗ്രൂപ്പ് സ്റ്റേജിൽ കളി വരുന്ന ഏതൊക്കെ വമ്പന്മാരായിട്ട് മുട്ടാൻ ചാൻസ് ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഏഷ്യയിൽ നിന്നും അതേപോലെ ആഫ്രിക്കയിൽ നിന്നും അങ്ങനെ ഉള്ള ഇതിന്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ യൂറോപ്പും ഒരു ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ യൂറോപ്പ് ഇന്നത്തോടെ മത്സരത്തോടുകൂടിയാണ് യൂറോപ്പും കൂടി കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതുവരെ ഓരോ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് യോഗ്യത ടീമുകളെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ. അപ്പൊ ഇതിനടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടീമുകൾ കുറെ കാലത്തെ അവരുടെ കാത്തിരിപ്പിന് ശേഷമാണ് അവർക്ക് വേൾഡ് കപ്പ് യോഗ്യത നേടുന്നത്. അതേപോലെ ആദ്യമായിട്ട് വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ടീമുകളും ഉണ്ട്, കോപ്പ ബർഡേ പോലുള്ള ടീമുകളൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ ഒരു 48 ടീമുകൾ ഉൾക്കൊള്ളിച്ച ഒരു പുതിയ ഫോർമാറ്റാണ്. പുതിയ രാജ്യങ്ങൾക്കൊക്കെ ഇതിൽ കളിക്കാൻ പറ്റുന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെയാണ് യോഗ്യത നേടിയ ടീമുകൾ അത് ഓരോ ഭൂഖണ്ഡത്തിൽ നിന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2026 ഫുട്ബോൾ വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ടീമുകളൊന്നും നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ ആദ്യമായിട്ട് നമുക്ക് ഹോസ്റ്റ് കൺട്രി കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്, ഇവർ 3 പേരാണ് ഹോസ്റ്റ് കൺട്രി ആയിട്ട് അവിടേക്ക് നേരിട്ട് യോഗ്യത നേടിയിട്ടുള്ളത്. അത് അടുത്തത് ഏഷ്യയിലേക്ക് വരികയാണെങ്കിൽ AFC, അവിടെ നിന്ന് 8 ടീമുകളാണ് യോഗ്യത നേടിയിട്ടുള്ളത്. അതിൽ ഓസ്ട്രേലിയ ഉണ്ട്, ഇറാൻ ഉണ്ട്, ജപ്പാൻ ഉണ്ട്, ജോർദാൻ ഉണ്ട്, ഖത്തർ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, അതേപോലെ തന്നെ സൗത്ത് കൊറിയ ഉണ്ട്, ഉസ്ബെക്കിസ്ഥാൻ ഉണ്ട്. ഉസ്ബെക്കിസ്ഥാൻ പുതുതായിട്ട് വന്നതാണ്. അതേപോലെ തന്നെ ഖത്തർ കഴിഞ്ഞ പ്രാവശ്യം ഹോസ്റ്റ് കൺട്രി ആയിരുന്നു, ഇപ്രാവശ്യം നേരിട്ട് യോഗ്യത നേടി. അവർക്ക് അതൊരു വലിയ നേട്ടം തന്നെയാണ്. അവർ ആ വേൾഡ് കപ്പ് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയതിന്റെ ആ ഒരു ഗുണം അതിൽ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതിൽ ഓസ്ട്രേലിയ വന്നിട്ടുണ്ട്. ആഫ്രിക്കയിലേക്ക് വരികയാണെങ്കിൽ CAF, അവിടെ നിന്ന് 9 ടീമുകൾ യോഗ്യത നേടിയിട്ടുണ്ട്. അൾജീരിയ, കോപ്പ വെർഡെ, അതേപോലെ തന്നെ ഐവറി കോസ്റ്റ്, ഈജിപ്ത്, ഗാന, മൊറോക്കോ, സെനഗൽ, സൗത്ത് ആഫ്രിക്ക, ടുണീഷ്യ. ഇതിലെനിക്ക് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ കോപ്പ വെർഡെ അത് ചെറിയൊരു രാജ്യമാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ താമസിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ ഒരു രാജ്യത്ത് നിന്നാണ് അവർ വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുള്ളത്. അപ്പൊ അത് വലിയ സംഭവമാണ്. അവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് 10% മാത്രമേ ഉള്ളൂ കൃഷിയോഗ്യമായിട്ട്. ബാക്കിയൊക്കെ ഭൂകമ്പങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പ്രകൃതി ക്ഷോഭങ്ങളുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ യോഗ്യത നേടിയപ്പോൾ. അപ്പോൾ പിന്നെ നോക്കിയത് എടുത്തു പറയേണ്ട ഈ ഗ്രൂപ്പിൽ മൊറോക്കോ അവരുടെ ഗോൾഡൻ ജനറേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഈ വേൾഡ് കപ്പിൽ അവർ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റും. ചുരുങ്ങിയത് ഒരു ക്വാർട്ടർ ഫൈനൽ വരെയെങ്കിലും അല്ലെങ്കിൽ ഒരു സെമി ഫൈനൽ സാധ്യത തള്ളിക്കളയാൻ വയ്യ മൊറോക്കോയ്ക്ക്. അതിനുള്ള ഒരു ജനറേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ Under-20 വേൾഡ് കപ്പ് നോക്കിയാലും അതേപോലെ Under-17 വേൾഡ് കപ്പ് നോക്കിയാലും ഒക്കെ അവർ അതിൽ നല്ല ഇമ്പ്രൂവ്മെന്റ്, നല്ല കളിയാണ് കാഴ്ചവെക്കുന്നത്. Under-20 വേൾഡ് കപ്പിൽ അവർ വിന്നേഴ്സാണ്. അപ്പൊ ഒരു ജനറേഷൻ, പുതിയ തലമുറ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത് മൊറോക്കോയിൽ. അപ്പൊ നമുക്ക് സൗത്ത് അമേരിക്കയിൽ കയറി പോകുമ്പോൾ ഇതിന്റെയൊക്കെ നമ്മൾ വീഡിയോ നടത്തിയതില്ല. എന്നാൽ നമുക്കൊന്ന് ഒട്ടിച്ചു നോക്കാം. അർജന്റീന ഉണ്ട്, ബ്രസീൽ, കൊളംബിയ, ഇക്വഡോർ, പരാഗ്വേ, ഉറുഗ്വേ. ഇങ്ങനെ 6 ടീമുകളാണ് അവിടെ നിന്ന് യോഗ്യത നേടിയിട്ടുള്ളത്. യൂറോപ്പിലേക്ക് വരികയാണെങ്കിൽ UAEFAയിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിന്ന് ഓസ്ട്രിയ യോഗ്യത നേടിയിട്ടുണ്ട്, ബെൽജിയം, ക്രൊയേഷ്യ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, നെതർലാൻഡ്, നോർവേ, പോർച്ചുഗൽ, പിന്നെ സ്കോട്ട്ലാൻഡ് ഉണ്ട്, സ്പെയിൻ ഉണ്ട്, സ്വിറ്റ്സർലാൻഡ് ഉണ്ട്. ഓഷ്യാനിൽ നിന്ന് ന്യൂസിലാൻഡാണ് നേരിട്ട് യോഗ്യത നേടിയിട്ടുള്ളത്. അതേപോലെ ഇന്റർ കോൺഫെഡറേഷൻ പ്ലേ ഓഫിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ടീമുകളുണ്ട്. മാർച്ച് 2026 അത് 2 പ്ലേസ് കണ്ടിട്ട് മത്സരിക്കുന്നത്. അതേപോലെ നമ്മുടെ കോംഗോയിൽ നിന്ന് ബൊളീവിയ ഉണ്ട്, DR കോൺഗോ CAF നിന്നുണ്ട്, ഇറാഖ് ഉണ്ട് AFCയിൽ നിന്ന്, അതേപോലെ തന്നെ ന്യൂ കാലിഡോണിയ ഉണ്ട് OFCയിൽ നിന്ന്. പിന്നെ 2 അഡീഷണൽ ടീമുകൾ കൂടെ ഉണ്ട് കോൺകാക്കഫയിൽ നിന്ന്, ആ റീജിയനിൽ നിന്ന്. UEFA നോക്കിക്കഴിഞ്ഞാൽ 16ഓളം ടീമുകൾ ഈ ക്വാളിഫൈ പ്ലേ ഓഫ് കളിക്കുന്നുണ്ട്. അതിൽ 4 പ്ലേസിന് വേണ്ടിയിട്ടാണ് ഈ 16 ടീമുകൾ കളിക്കുന്നത്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ അൽബേനിയ ഉണ്ട്, ഡെൻമാർക്ക് ഉണ്ട്, ഇറ്റലി ഉണ്ട്, കൊസോവോ ഉണ്ട്, നോർത്ത് മാസിഡോണിയ ഉണ്ട്, പോളണ്ട് ഉണ്ട്, റിപ്പബ്ലിക് ഓഫ് അയർലാൻഡ് ഉണ്ട്, റൊമാനിയ ഉണ്ട്, സ്ലോവാക്കിയ ഉണ്ട്, സ്വീഡൻ ഉണ്ട്, തുർക്കി ഉണ്ട്, ഉക്രൈൻ ഉണ്ട്, ആൻഡ് വെയിൽസ്. ഇത്തരം ടീമുകൾ ഈ യോഗ്യത പ്ലേ ഓഫ് കളിച്ചിട്ട് യോഗ്യത നേടുന്നതിൽ 4 ടീമുകൾ മാത്രമാണ് അവർക്ക് യോഗ്യത കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഏതൊക്കെ ഇഷ്ടപ്പെട്ട ടീമുകളാണ് വേൾഡ് കപ്പിന് യോഗ്യത നേടാതെ പോയതെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.